ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉള്ള സംഘമാണോ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്? തീർച്ചയായും കേസ് അന്വേഷിക്കുന്ന SITയിലെ പ്രധാന സംഘങ്ങളൊക്കെ തന്നെയും ഈ ഒരു തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫോറൻസിക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ അയ്യപ്പ സേവാ സംഘത്തിന്റെ D വിജയകുമാറിന്റെ ഒരു പ്രതികരണം തേടുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഈ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ്. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എങ്കിലും SITയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ്, BJPയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് ജസ്പതിയും പറഞ്ഞത് ഈ തന്ത്രിയെ കൊടുക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്ത്രിയുടെ മേൽ കുറ്റങ്ങളൊക്കെ ചാരി ഈ മന്ത്രിമാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് ഈ BJPയും അതുപോലെ ഈ അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ തന്ത്രിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ തന്ത്രിയെ എതിർക്കാതെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ്, തള്ളിപ്പറയാതെ മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും SITയുടെ സംഘം ഇപ്പോൾ പരിശോധന തുടരുകയാണ്. അദ്ദേഹത്തിന്റെ താഴ്മ മഠത്തിലെ വീട്ടിൽ, കണ്ഠർ രാജീവരുടെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പരിശോധന പൂർത്തിയാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും സംഘത്തിന്റെ പരിശോധന വീട്ടിൽ ഈ SITയുടെ പരിശോധന വീട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ കുടുംബത്തിന്റെ ഉൾപ്പെടെ മൊഴി എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ മൊഴി അവിടെ എടുക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്.